ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവമാക്കി ദേശീയ ജനാധിപത്യ മുന്നണി. INDIA സഖ്യകക്ഷികൾക്കിടയിലും ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങി. വോട്ടെടുപ്പ് ഈ മാസം 25-ന്. കേരളത്തെ ബാലസൌഹൃദ സംസ്ഥാനമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറത്തും വയനാട്ടിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. കരിയറിലെ അവസാന പോരാട്ടത്തിനായി ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവമാക്കി ദേശീയ ജനാധിപത്യ മുന്നണി. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേന്ദ്രമന്ത്രിമാരുമായും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, മൻസുഖ് മാണ്ഡവ്യ, BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം JDU പാർട്ടി അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലും NCP നേതാവ് അജിത് പവാറിന്റെ നേതൃത്വത്തിലും ചർച്ചകൾ നടന്നു. നാളെ NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേരും. BJP, TDP, JDU, LJP-R, ശിവസേന, ഷിൻഡെ വിഭാഗം, JDS, NDAയിലെ മറ്റ് ഘടകകക്ഷികൾ എന്നിവയുടെ പുതിയ MPമാർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഓഹരി കുംഭകോണ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളുകൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും കോൺഗ്രസ് നേതാവ് ആരോപിച്ചു. ന്യൂഡൽഹിയിലെ AICC ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനിടെ INDIA സഖ്യകക്ഷികൾക്കിടയിലും തെരഞ്ഞെടുപ്പ് തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തൽക്കാലം പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുമെന്നും ഭരണത്തിലെത്താൻ ഉചിത സമയത്തിനായി കാത്തിരിക്കുമെന്നും ഇന്നലെ INDIA യോഗത്തിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചിരുന്നു. വയനാട്ടിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിന് ശേഷമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ പരാജയത്തിന്റെ കാരണം അന്വേഷിക്കുമെന്നും K. മുരളീധരൻ ഏത് സ്ഥാനത്തിനും യോജിക്കുന്ന ആളാണെന്നും ശ്രീ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. അതേസമയം K. മുരളീധരനെ വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചുള്ള ചർച്ചകൾ സാങ്കൽപ്പികമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. തൃശൂരിലെ തോൽവി സംബന്ധിച്ച് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളകിയെന്ന ആരോപണവും അദ്ദേഹം തള്ളി. ദേശീയ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുണ്ടായതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും എന്നാൽ ഇടതുമുന്നണിയുടെ മോശം പ്രകടനം പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ശ്രീ EP ജയരാജൻ പറഞ്ഞു. തൃശൂരിൽ തന്നെ ജയിപ്പിച്ചത് ജനങ്ങളെന്ന് BJP നേതാവ് സുരേഷ് ഗോപി. കേന്ദ്രം പറഞ്ഞാൽ മന്ത്രിയാകുമെന്നും മുതിർന്ന നേതാക്കൾ പറഞ്ഞാൽ നിരസിക്കാൻ ആകില്ലെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. അതിനിടെ കേന്ദ്ര നേതൃത്വം വിളിച്ചതിനെ തുടർന്ന് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോയി. കേരളത്തിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങി. MPമാരായ ബിനോയ് വിശ്വം, എളമരം കരീം, ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി അടുത്ത മാസം 1-ന് അവസാനിക്കാനിരിക്കെയാണ് വിജ്ഞാപനം പുറത്തിറങ്ങിയത്. മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനവും ഇന്ന് പുറപ്പെടുവിച്ചു. NCP നേതാവ് പ്രഫുൽ പട്ടേലിന്റെ രാജിയെ തുടർന്നാണ് വിജ്ഞാപനം. കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും സീറ്റുകളിലേക്ക് ഈ മാസം 13 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഈ മാസം 25-നാണ് വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. അന്തിമ വോട്ടർ പട്ടിക ജൂലൈ 1-ന് പ്രസിദ്ധീകരിക്കും. ഈ മാസം 21 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. 2024 ജനുവരി 1-നോ അതിനു മുൻപോ
18 വയസ്സ് പൂർത്തിയായവർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ നൽകാം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള 50 വാർഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വോട്ടർ പട്ടികയാണ് പുതുക്കുന്നത്. കേരളത്തെ ബാലസൌഹൃദ സംസ്ഥാനമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. വീട്, സ്കൂൾ, കടകൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങി പൊതുസ്ഥലങ്ങളിൽ എല്ലായിടത്തും കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ചൂഴമ്പാല മാതൃകാ അങ്കണവാടിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 33,115 അങ്കണവാടികളിലാണ് ഇന്ന് പ്രവേശനോത്സവം നടന്നത്. ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാനും അമേരിക്കയും ഏറ്റുമുട്ടും. രാത്രി 9 മണിക്കാണ് മത്സരം. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 12-ന് അമേരിക്കയുമായും 15-ന് കാനഡയ്ക്ക് എതിരെയുമാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് നടക്കുന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കുവൈത്തിനെ നേരിടും. ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം കൂടിയാണ് ഇത്. 19 വർഷത്തെ തന്റെ അന്താരാഷ്ട്ര കരിയറിൽ നിന്നാണ് സുനിൽ ഛേത്രി വിരമിക്കുന്നത്. ആലപ്പുഴയിൽ ചെങ്ങന്നൂർ നഗരസഭയിലേക്കും വിവിധ പഞ്ചായത്തുകളിലേക്കുമുള്ള ജലവിതരണ പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്നലെ അനുമതി നൽകി. ആല, പുലിയൂർ, ബുധനൂർ, പാണ്ടനാട്, മുളക്കുഴ, വെൺമണി പഞ്ചായത്തുകളിലേക്കുള്ള ജലവിതരണ പദ്ധതിയാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ചെങ്ങന്നൂർ നഗരത്തിലും ആല, പുലിയൂർ, ബുധന്നൂർ, പാണ്ടനാട്, മുളക്കുഴ, വെൺമണി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും താമസിക്കുന്നവരുടെ ദീർഘനാളത്തെ സ്വപ്നം സഫലമാവുകയാണ്. 33,795 കുടുംബങ്ങൾക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന പദ്ധതിക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായി ജലശുദ്ധീകരണശാല നികുരംപുറത്ത് പൂർത്തിയായി വരികയാണ്. കിഫ്ബി ധനസഹായത്തോടെ 35 ദശലക്ഷം ലിറ്റർ പ്രതിദിന ശേഷിയുള്ള ശുദ്ധീകരണശാലയാണ് നിർമ്മിക്കുന്നത്. 162.966 കിലോമീറ്റർ വിതരണ ശൃംഖല അടങ്ങുന്ന പദ്ധതിക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനം വിലക്കി. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളായ കോടഞ്ചേരി, തിരുവമ്പാടി പഞ്ചായത്തുകളിൽ ശക്തമായ മഴ. പുഴകളിൽ മലവെള്ളപ്പാച്ചിൽ ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ആനക്കാംപൊയിൽ, തുഷാരഗിരി മേഖലകളിലാണ് മഴ ശക്തം. പച്ചപ്പുകൾ ധാരാളം സൃഷ്ടിക്കുക വഴി ജൈവ വൈവിധ്യം സംരക്ഷിക്കാനാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പച്ചത്തുരുത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം കുമരകം നോർത്ത് ഗവൺമെന്റ് LP സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പച്ചത്തുരുത്തുകളുടെ പ്രാധാന്യം വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1000 പച്ചത്തുരുത്തുകൾ നടപ്പാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 692 പോയിന്റ് ഉയർന്ന് 75,075-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 201 പോയിന്റ് നേട്ടത്തിൽ 22,821-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 560 രൂപ കൂടി 53,840 രൂപയും ഗ്രാമിന് 6,730 രൂപയുമാണ് ഇന്നത്തെ വില. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് ഈ മാസം 14-ലേക്ക് മാറ്റി. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി പ്രതി സന്ദീപിനെ കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എത്തിച്ചിരുന്നു. പ്രതിയുടെ വിടുതൽ ഹർജി കോടതി നേരത്തെ തള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവമാക്കി ദേശീയ ജനാധിപത്യ മുന്നണി. INDIA സഖ്യകക്ഷികൾക്കിടയിലും ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങി. വോട്ടെടുപ്പ് ഈ മാസം 25-ന്. കേരളത്തെ ബാലസൌഹൃദ സംസ്ഥാനമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറത്തും വയനാട്ടിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. കരിയറിലെ അവസാന പോരാട്ടത്തിനായി ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.